ഡിയർ ഫ്രണ്ട്സ്, ഇത് ക്രോഷ്യ ലവേഴ്സിനുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബാഗ് തയ്ക്കണത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗ് ഇതാ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗ് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. ബാഗ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കാണാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല യാണ്, എന്താ പറയുക, മൾട്ടി കളേർഡ് യാണാണ്. നല്ല സോഫ്റ്റ് യാണാണ്. അത് പ്ലഷ് യാണെന്നാണ് പറഞ്ഞത്. പ്ലഷ് യാണാണ്. ഞാൻ ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചാണ്, ഗംഗാ വൂളിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള യാണാണ്. അതുകൊണ്ട് ബാഗ് നല്ല സോഫ്റ്റായിട്ടുള്ള ബാഗാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഒരു ബാഗും കൂടെ തയ്ക്കാമെന്ന്. ആദ്യത്തേൽ കുറച്ച് ബാക്കി വന്നു നൂലൊക്കെ. അപ്പോൾ ഇനി അതങ്ങനെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബേസ് ഞാൻ അതിൻ്റെ പിങ്ക് കളറ് എടുത്തിട്ട് വീണ്ടും ഒരു ബാഗും കൂടെ തയ്ക്കുകയാണ്. അതും ഇതേ സ്റ്റിച്ചിട്ടിട്ടാണ്, സെയിം മോഡൽ. അപ്പോൾ ഇതിന് ആകെ 4 സ്റ്റിച്ചസാണ് ഉപയോഗിച്ചത്. ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ചു, പിന്നെ ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ സിംഗിൾ സ്റ്റിച്ച്. അപ്പോൾ ഈ 4 സ്റ്റിച്ചും അറിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് ഒരു ബാഗ് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അധിക സമയമൊന്നും എടുത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് നമ്മുടെ ഒരു ബാഗ് ഫിനിഷ് ചെയ്യാൻ പറ്റി എനിക്ക്. അത് അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബേസ് തുന്നാൻ മാത്രമേ കുറച്ച് സമയം എടുക്കുള്ളൂ. ബേസ് തുന്നാൻ മാത്രമുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബാഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ ബേസിനൊക്കെ നമുക്ക് അധികം വേണ്ടത് നമ്മുടെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. പിന്നെ കറക്റ്റ് എണ്ണം അറിയണം, എത്ര ചെയിൻസ് നമ്മൾ ഇട്ടു, ഇതൊക്കെ മാത്രമേ നോക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്യൂട്ടോറിയലായിട്ട് ഇടുള്ളൂ. എന്നുവെച്ചാൽ കുറേ ടൈം കൺസ്യൂമിങ് ആണല്ലോ. ട്യൂട്ടോറിയലാകുമ്പോൾ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സമയമെടുത്ത് ചെയ്യണം. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് മാത്രം കാണിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബേസ് തയ്ച്ച് കഴിഞ്ഞാൽ ബേസാണ് പ്രധാനമായിട്ട് വേണ്ടു. പിന്നെയൊക്കെ നമുക്ക് ഒരേ സ്റ്റിച്ചിട്ട് മുകളിലേക്ക് തുന്നി പോവുകയുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ബാഗുമാണ്. വളരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തുന്നി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ബാഗും കൂടി അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും ഈ ബാഗും റെഡിയാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാഗിൻ്റെ ബേസ് റെഡിയായി കഴിഞ്ഞപ്പോൾ ഇനി ആ നൂല് കഴിഞ്ഞു, നമ്മുടെ ആ യാൺ കഴിഞ്ഞു. അപ്പോൾ ഞാനത് ഇനി ബാക്കി വൈറ്റ് യാണാണ് എടുക്കുന്നത്. അതും പ്ലഷിലെ യാൺ തന്നെ, പ്ലഷ് ആക്രിലിക് യാണെന്നാണ് പറയണത്. നല്ല സോഫ്റ്റായിട്ടുള്ള യാൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ 4.5 mm ക്രോഷ്യാണ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ വൈറ്റ് കളറിലേക്ക് കിടക്കണം. വൈറ്റും ഒരു ചെറിയ മിക്സഡ് കളറാണ്. വൈറ്റിലൊരു ബ്ലൂവും ഒരു ഗ്രീനും കൂടി ചെറിയൊരു ഡോട്ട് മാതിരി മിക്സഡ് കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസ് റെഡി ആവുന്നുണ്ട്. ബേസ് റെഡി ആയി കഴിഞ്ഞാൽ ബേസിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള മൂല തിരിക്കണതാണ്. ആ കോർണർ ഉണ്ടല്ലോ, 4 കോർണറാണ് ഉള്ളത്. ആ 4 കോർണറും കറക്റ്റായിട്ട് റെഡിയാക്കി ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് വളരെ സിമ്പിളായി കഴിഞ്ഞു. ആ 4 കോർണറും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള അത് മാത്രമാണ് ഇതിൽ വളരെ ശ്രദ്ധിക്കാനുള്ളൂ, പ്രധാനമായിട്ട് പഠിക്കാനുള്ളൂ. ശ്രദ്ധിക്കുക വെച്ചാൽ അത്ര വലിയ പ്രശ്നമുള്ളതല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കോർണർ തിരിക്കാൻ പറ്റും. ഒരുവിധം ക്രോഷ്യ അറിയണവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ബേസ് റെഡി ആയതുകൊണ്ട് ബേസ് റെഡി ആയിട്ട് ഞാൻ ബാക്കി തയ്ച്ചതും കൂടെ കാണിച്ചു തരാം. ഓരോ സ്റ്റെപ്പായിട്ട് ഫുള്ളായിട്ട് കാണിക്കണില്ല. പിന്നെ അത് എങ്ങനെയാണ് അത്ര വരെ തയ്ച്ചതെന്ന് കളറ് മാറ്റിയിട്ടോ, നൂലിൻ്റെ കളറ് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി എന്താ ചെയ്തതെന്നുള്ളത്. ഞാൻ ബേസിക് സ്റ്റിച്ചസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ നമ്മളുടെ സിംഗിൾ ക്രോഷ്യ ചെയ്യണത് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് അറിയാത്തവർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു യാൺ എടുത്തിട്ട് പല പ്രാവശ്യം ചെയിൻ ആദ്യം പഠിക്കുന്നവർക്ക് കേട്ടോ, ബിഗിനേഴ്സിനുള്ളതാണ്. പല പ്രാവശ്യം ചെയിൻ സ്റ്റിച്ച് ഇട്ട് നോക്കുക. അതുമാതിരി അത് വീണ്ടും അഴിച്ച് അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്താൽ വളരെ സിമ്പിളാണ്. പിന്നെ അതുമാതിരി തന്നെ ഡബിൾ ക്രോഷ്യ നമ്മൾ വെറുതെ സ്റ്റിച്ച് പഠിക്കുക. കുറേ പ്രാവശ്യം ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും യാൺ അഴിച്ചിട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിട്ട് പഠിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ക്രോഷ്യ വളരെ നമുക്ക് എളുപ്പമാവും. അപ്പോൾ അധിക സമയമില്ലാതെ തന്നെ നമുക്ക് ഓരോന്നും തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാഗിൻ്റെ ഇനി ബാക്കി ഭാഗം കാണിച്ചു തരാം. ഞാൻ വൈറ്റ് യാണ് ഉപയോഗിച്ചിട്ട് ബാക്കിയും കൂടെ ചെയ്തു കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ടൊരു ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ. നല്ല സോഫ്റ്റായിട്ടുള്ള ബാഗാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഈ ബാഗ് കാണിച്ചു തരാം.
അപ്പോൾ ബാഗിൻ്റെ എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഡബിൾ ക്രോഷ്യ മാത്രമേ ഉള്ളൂ എന്ന്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രം ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കറക്റ്റ് അളവ് എത്ര എണ്ണം ചെയ്യണം അതൊക്കെ അറിയേ വേണ്ടൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബാഗ് തുന്നാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാഗുകളൊക്കെ തുന്നിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഈ പ്ലഷ് നൂലുകൊണ്ട് നമുക്ക് ഈ സോഫ്റ്റായിട്ടുള്ള കൊണ്ട് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റുമോ പെട്ടെന്നൊക്കെയായിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ആദ്യം തയ്ച്ച ബാഗ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ബാഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ എന്താ വെച്ചാൽ മൾട്ടി കളേർഡ് യാണായിരുന്നു. അപ്പോൾ ഫുൾ മൾട്ടി കളേർഡ് യാണാണ് ഉപയോഗിച്ചത്. രണ്ട് ടൈപ്പാണ് ഉപയോഗിച്ചത് കേട്ടോ. 2 ടൈപ്പ്. അത് കഴിഞ്ഞ് സ്ട്രാപ്പും ഈ പിങ്ക് കളർ തന്നെ കൊടുത്തു. നല്ല രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏത് ഡ്രസ്സ് ഇടുന്നവർക്കും ഇത് മാച്ചായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. നമ്മൾ സാരിയാണെന്ന് വെച്ചാലും മറ്റുള്ള ജീൻസോ അങ്ങനെയൊക്കെ ഇടുന്നവർക്ക് ഈ ബാഗ് നല്ല ഇതായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും.